നമ്മളിന്ന് കറങ്ങാൻ പോവാ. ഇന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ ട്രിക്കായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ പരക്കാത്ത കൺമഷി ഐലൈനറൊക്കെ തീർന്നല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കൺമഷി നമ്മുടെ തീർന്നു പോയ ഐലൈനറിൻ്റെ ബ്രഷും വെച്ചിട്ട് പണ്ട് ചെയ്ത ഒരു കാര്യം കേട്ടോ ഇത്. കൺമഷി ഐലൈനറാക്കി എഴുതും. രണ്ട് കണ്ണിലും. ഈ രണ്ട് കണ്ണിലും ഒരേപോലെ വാലിടാൻ പറ്റുന്ന ഒരു യന്ത്രം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അല്ലേ എത്ര സുഖമായിരുന്നു. ഇത് പരക്കും കേട്ടോ. ഇത് നമ്മൾ പൗഡർ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് വെക്കണം. ഞാനങ്ങനെ ചെയ്യാറ്. സാധാരണ നമ്മൾ ടാൽക്കം പൗഡർ ഉപയോഗിച്ചിട്ട് രണ്ട് കണ്ണിലാക്കിയിട്ട് സെറ്റാക്കുക. അപ്പോൾ പരക്കാണ്ട് അവിടെ തന്നെ ഇരുന്നോളൂ കേട്ടോ. എൻ്റെ കണ്ണിൻ്റെ മേലെ ഭയങ്കര ഓയിലിയാണ്. അപ്പോൾ നമ്മൾ ഇതൊന്നും തേച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഐലൈനർ ആണെങ്കിലൊക്കെ പടരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സെറ്റായി നിന്നോളൂ കേട്ടോ. നമ്മൾ എപ്പോഴാണ് മുഖം കഴുകണത് അപ്പോഴേ അത് പോകുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഇത് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കണ്ണ് രണ്ടും സെറ്റായ സ്ഥിതിക്ക് ബാക്കിയുള്ള മേക്കപ്പിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം എപ്പോഴും ലിപ്പ് ലൈനർ എഴുതും കേട്ടോ. ലിപ്പ് ലൈനർ എഴുതിയിട്ട് ഔട്ട്ലൈൻ രണ്ട് ലിപ്പിന് ഔട്ട്ലൈൻ കൊടുത്തിട്ടാണ് ഞാൻ സെൻറ്ററിൽ ലിപ്സ്റ്റിക്ക് ഫില്ല് ചെയ്യാറുള്ളൂ. ഇന്ന് ഞാൻ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡായിട്ട് ഉപയോഗിക്കുന്നത്. അത്ര ഡാർക്കല്ല, ഡാസ്ലറിൻ്റെ 30 അതാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് ഇന്ന് ചുണ്ട് കുറച്ച് എടുത്ത് കാണിക്കണമെന്ന് എനിക്കൊരാഗ്രഹം. നമ്മളൊരു ബ്ലാക്ക് ഡ്രസ്സാണ് ഇതിന് ഇടാൻ പോകുന്നതെന്ന് പുറത്ത് പോകുമ്പോൾ. എന്നിട്ട് അതിന് ശേഷം ഞാൻ എഡ്ജസൊക്കെ ഒന്നും കൂടി കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്ങനെയാണെങ്കിലും ലിപ്സ്റ്റിക്ക് ബ്രഷ് വെച്ചിട്ടാലും ഞാൻ കൈ കൊണ്ടൊന്ന് എല്ലായിടത്തേക്കും ഈവനായി പരത്താൻ വേണ്ടി ശ്രമിക്കും. എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? അപ്പോൾ മുഖത്തത്തെ ഇതൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ ഹെയർ എങ്ങനെ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഈ ഹെയർ സെറ്റ് ചെയ്യാനാണ് എൻ്റെ ഉള്ള സമയത്തിൽ ഏറ്റവും സമയം ചിലവാകുന്നത്. എങ്ങനെ കിട്ടും എന്ന് ആലോചിച്ചിട്ട് ഇന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മുടി ഭയങ്കര ഫ്രിസ്സിയാണ്. കുളിച്ച് കഴിഞ്ഞാലാണെങ്കിൽ ഭയങ്കരമായിട്ട് നന്നെ പൂച്ചേനെ പോലെ ഉണ്ടാവും. എത്ര എണ്ണിട്ട് കുളിച്ചാലും ഉണങ്ങി കഴിയുമ്പോൾ അതായത് ഇങ്ങനെ ഇരിക്കും കേട്ടോ എൻ്റെ മുടി. അപ്പോൾ നമ്മൾ ഏത് ഹെയർ സ്റ്റൈലിൽ നിന്ന് കെട്ടാന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഡ്രസ്സ് മാറ്റാണ്ട് വെറുതെ ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ ഒക്കെ സെറ്റാവും. പിന്നെ കണ്ണിൻ്റെ അടി ഞാൻ എഴുതാൻ വിട്ടു കേട്ടോ. അതും നമ്മൾ ഈ ട്രിക്കിൽ ബ്രഷ് വെച്ച് എഴുതാൻ നോക്കിയപ്പോൾ ശരിയാവുന്നില്ല. അപ്പോൾ കണ്ണിൻ്റെ അടി അപ്പോൾ നല്ല കൺമഷി എഴുതാൻ നല്ല കറുത്തിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ കൺമഷി വെച്ച് തന്നെ ഇടാന്ന് വെച്ചു. ഇതൊരു ഹിമാലയ ഒന്നല്ല കേട്ടോ. ഇതൊരു 50 രൂപേൻ്റെ സാധാരണ കൺമഷിയാണ്. പക്ഷേ നല്ല തിളക്കാണ്. ഇച്ചിരി പരന്നാലും കണ്ണിന് നല്ല തിളക്കാണ് ഇത് എഴുതി കഴിഞ്ഞാൽ. നല്ല കറുപ്പും തിളക്കും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ട് വരാൻ. അപ്പോൾ പുറത്ത് കുറച്ച് മഴയും തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിന്ന് ആ തണുപ്പത്തൊന്ന് വാമായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇത് സെലക്ട് ചെയ്തിട്ടാണ് കമ്മലൊക്കെ ഇട്ടിട്ട് വന്നു. ഇനി എങ്ങനെ മുടി കെട്ടണം എന്നിങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതാണല്ലോ നമ്മൾ ഏറ്റവും വലിയ പ്രാന്ത്. ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ചൂടെടുക്കാൻ തുടങ്ങിയിട്ടോ. ഇച്ചിരി ചൂടാവാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. ഈ ഡ്രസ്സ് ഇട്ട് മുടി അയച്ച് 2 മിനിറ്റ് നിന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഉഷ്ണം. അപ്പോൾ ഞാൻ എന്താക്കി ടോപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് വന്നു. തൃപ്തിയാവണില്ല. നമുക്ക് മാറ്റാൻ കുറേ സമയമുണ്ട്. നമ്മുടെ വേമാന്ന് പറയാൻ ആരുമില്ല. അപ്പം പിന്നെ ഇങ്ങനെ ആയിരിക്കും എൻ്റെ അവസ്ഥ. ഞാനിങ്ങനെ മാറ്റി ഇട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ? പിന്നെ എനിക്ക് ഇതിനെ എങ്ങനെ നോക്കിയൊരു ഹെയർ സ്റ്റൈൽ സെറ്റ് ആവണില്ല കേട്ടോ. ഇപ്പം എനിക്ക് ഏറ്റവും ഭയങ്കര കംഫർട്ടായിട്ടുള്ള 2 ഹെയർ സ്റ്റൈലുണ്ട്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഞാൻ അതേ കെട്ടുള്ളൂ. നോക്കിക്ക് ഇപ്പോൾ വരേണ്ട പുതിയ ഹെയർ സ്റ്റൈൽ. ഇത് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രാന്താട്ടോ. എനിക്ക് ഈ ജീൻസിന് ഈ ടോപ്പ് ഒരു കംഫർട്ടായി തോന്നുന്നില്ല. അതിൻ്റെ സങ്കടമാണ് കേട്ടോ മുഖത്ത്. ഇനിയിപ്പോൾ എങ്ങനെ മുടി കെട്ടിയാലും പഴയ തന്നെ വരും എന്ന് അറിയണോണ്ട് പഴയ സ്റ്റൈൽ തന്നെ എങ്ങനെ പോയാലും ഒരു ഹെയർ സ്റ്റൈലിലേക്ക് വരുമല്ലോ. ഇന്നും അതന്നെ കെട്ടണോ, മുടി വേറെ ഒന്നിനും നിൽക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുള്ള ഇതാണ് മുഖത്ത്. ചില സമയത്ത് അതിനു വേണ്ടിയിട്ട് നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഒന്നെടുത്ത് സ്ലൈഡ് കുത്തിയാൽ മതി. ആഹാ എന്താ രസം. എന്നാൽ പുറത്ത് പോകാൻ നേരത്ത് എത്ര കഷ്ടപ്പെട്ടാലും ഇതൊന്നും റെഡിയാവില്ല. അങ്ങനെ ചില പ്രത്യേകതകളുണ്ടല്ലേ നമ്മളൊക്കെ മുടികൾക്ക്. പണ്ടെനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു കേട്ടോ. പൂറ്റി വരെയല്ല, ഏകദേശം പുറം മറഞ്ഞ് കിടക്കുന്ന ഒരു രീതിക്ക് ചുരുണ്ട് നല്ല കട്ടിയുള്ള മുടി ഉണ്ടായിരുന്നു എനിക്ക്. അന്നാണെങ്കിൽ എനിക്ക് ഇല്ലെടുത്ത് കെട്ടാൻ മാത്രമേ അറിയുള്ളൂ. എൻ്റെ അമ്മമ്മയൊക്കെ അതിന് കുളിജോട്ടി കെട്ടുകയെന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഒരു സ്ഥലം. ആ ഹെയർ സ്റ്റൈൽ മാത്രം എന്ത് ഡ്രസ്സ് ഇട്ടാലും ആ ഹെയർ സ്റ്റൈലേ ഞാൻ കെട്ടാറുള്ളൂ. ഒരു കോളേജൊക്കെ എത്തി +2 എത്താൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വേറെ ഹെയർ സ്റ്റൈലുകൾ ട്രൈ ചെയ്യാൻ പഠിച്ചത്. കോളേജിൽ നിന്ന് എനിക്കൊരു ഫ്രണ്ട് ഒരു ഹെയർ സ്റ്റൈൽ പറഞ്ഞു തന്നു. പിന്നെ അത് തന്നെയായിരുന്നു. എന്തെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ +2 പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ ഹിന്ദി സീരിയലൊക്കെ കാണുമായിരുന്നു. അപ്പോഴാണ് ഈ ഹിന്ദി സീരിയൽ നടിമാർ കെട്ടുന്ന പോലെ നല്ല പിരിച്ചുള്ള ഹെയർ സ്റ്റൈലുകളൊക്കെ പറഞ്ഞു തന്നെ. അങ്ങനെ അത് ട്രൈ ചെയ്തിരുന്നു ആദ്യമായിട്ട്. ഇവിടുത്തെ കഥ കണ്ടില്ലേ, എത്ര നോക്കിയിട്ടും എനിക്കൊന്നും തൃപ്തിയാവണില്ല. അങ്ങനെ കെട്ടിയാൽ മതിയോ ഇങ്ങനെ കെട്ടിയാൽ മതിയോ ആലോചിച്ച് ഓരോന്നും ഞാൻ മാറ്റി കെട്ടിക്കൊണ്ടിരിക്കുക.
അപ്പം സമയമുണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ, അതുകൊണ്ട് ഇനി ഞാൻ എന്താ ഒടുക്കത്തെ ഹെയർ സ്റ്റൈൽ, ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടത്. ഇങ്ങനെ മടഞ്ഞിട്ടിട്ട് പണ്ടൊക്കെ എനിക്കിത് കെട്ടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എങ്ങനെയോ കെട്ടുകയെന്നറിയില്ല, നമ്മളെ മുടി നിൽക്കുമെന്നറിയില്ല. അങ്ങനെ കെട്ടി പരിശീലിച്ചാട്ടത്. ഹെയർ സ്റ്റൈൽ എപ്പോഴും നമ്മളെ സ്വന്തം കൈ കൊണ്ട് പഠിച്ച് കെട്ടി നോക്കണം, എന്നാലേ നമുക്കത് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത്രയൊന്നും മുടി കെട്ടാൻ അറിയില്ലല്ലോ, എങ്ങനെ കെട്ടുമെന്ന് വിചാരിക്കുന്നവരൊക്കെ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് പറ്റും. ഞാനാദ്യം എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, എനിക്ക് അങ്ങനെ ചേരില്ല, ഇങ്ങനെ ചേരില്ല, അത് ചേരില്ല, ഇത് ചേരില്ല. പക്ഷേ എല്ലാം ഞാൻ സ്വന്തമായിട്ട് ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് നോക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ ഇപ്പം അങ്ങനെ പറയുന്നവരത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, എല്ലാം പറ്റും നമുക്ക്. നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം അല്ലേ. പിന്നെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേനും ആരെങ്കിലും അയ്യേ എന്ന് പറയുമ്പോഴത്തേനും അവർക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും, അവരുടെ കാഴ്ചയിൽ അത് ഭംഗിയില്ലാത്തതുകൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടണ ഇടാതിരിക്കണമെന്നില്ലല്ലോ. ഞാൻ ഇത്ര തടി വെച്ചിട്ട് ഞാനിടാത്ത ഡ്രസ്സും ഞാൻ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു ഔട്ട്ഫിറ്റും ഇല്ല. നമ്മൾ പിന്നെ ഔട്ട്ഫിറ്റ് മാറ്റി വന്നു. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവും അല്ലേ, തോന്നും. ഏതൊരു സാധാരണ മനുഷ്യനും വരുന്ന വികാരമാണത്. എന്താണ് ഈ പെണ്ണ് കാട്ടണമെന്നല്ല ആലോചിക്കുന്നത്. ഒന്നുമില്ല ഗൈസ്, ഞാൻ അന്നിട്ട ജീൻസിൻ്റെ പ്രശ്നമായിരുന്നു അത്. അപ്പോൾ എനിക്ക് ആ ജീൻസിന് നേരത്തെ ഇട്ട ടോപ്പ് കംഫർട്ടായി തോന്നുന്നില്ല. പിന്നെ ഞാൻ എടുത്ത് ഇതിട്ടു. അഥവാ മഴ പെയ്താലോ, പുറത്തു കൂടെയൊക്കെ പോകണമല്ലേ, അപ്പോൾ തണുപ്പത്ത് ഇങ്ങനെ നമ്മളെ ഡ്രസ്സ് ഇങ്ങനെ ചൂടായിരിക്കുമ്പോൾ നല്ല രസമല്ലേ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പിന്നെ തന്നെ എടുത്തിട്ടത്. അപ്പോൾ അടുത്ത പ്രശ്നം, നേരത്തെ ഹെയർ സ്റ്റൈൽ ഈ ഡ്രസ്സിന് ചേരില്ല, അപ്പം ഇനി അടുത്ത കെട്ടണ്ട നമ്മൾ. അങ്ങനെ ഞാൻ അവസാനമായിട്ട് കെട്ടിയ ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. ലാസ്റ്റ് ഇത് മതിയെന്ന് തോന്നി. ഇനിയിപ്പോൾ ഒരുപാട് സമയമല്ല ഇനി കളിച്ച് നിൽക്കാൻ, അതുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. എത്തേണ്ട സമയത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തൂല എന്ന് മനസ്സിലായി, അതുകൊണ്ട് നിർത്തി ഞാൻ. ഇതിൽ ഞാൻ തൃപ്തയാണ്, ഐ എം ടോട്ടലി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കംഫർട്ടായിട്ടുള്ള, നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഡ്രസ്സ് എല്ലാവരും ഇടുക. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി. ഇന്ന് പൊട്ട് തൊടുന്നില്ല കേട്ടോ, പൊട്ട് തൊടാൻ വേണ്ടി കൈ ഇങ്ങനെ കിരിക്കുക. നമ്മൾക്ക് എപ്പോഴും പൊട്ട് തൊട്ട് ശീലമായിട്ട്. അപ്പോൾ എൻ്റെ ഹോസ്റ്റലത്തെ കുട്ടികൾ എന്നെ കണ്ടപ്പോൾ പറയാം, കമൻ്റ് അടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവരെ തിരിച്ച് കമൻ്റ് അടിച്ചുകൊണ്ട് വരിക. എന്നിട്ട് ഒരുത്തി എനിക്ക് നെറ്റിയിൽ നിന്നെടുത്ത് പൊട്ട് കുത്തി തരാൻ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈ ലുക്കിന് പൊട്ട് ശരിയാവില്ല എന്ന്. എങ്ങനെയുണ്ട് ഈ ലുക്ക്?